ആർക്കെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജാതിക്ക അച്ചാർ. അതിനുവേണ്ടി ഞങ്ങൾ ജാതിക്ക പറിക്കാൻ പോവാണ്. വിളഞ്ഞ നോക്കിയാണ് നമുക്ക് ഇതിന് ആവശ്യമായത്. ആർക്കെ എല്ലാം താഴെയാണല്ലോ, ആർക്കെ വിളഞ്ഞല്ലോ. അതെ അതെ, വേണ്ടേ ആർക്കെ ഫ്രണ്ടിൽ അല്ലേ, ഒരുപാടുണ്ട്, അരച്ചുമുണ്ട്. പൊട്ടുമുണ്ട്. നമുക്ക് പൊട്ടിന് ഫുൾ കറയാണ് വരുന്നത്. പൊട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ സൈഡുണ്ടല്ലോ. ഇതൊക്കെ മൂത്തതാണ്. ഓക്കെ, ഇവിടെ 2-3 കൊല കിടക്കും. ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള ജാതിക്ക ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. തൊണ്ട് പൊട്ടിയ ജാതിക്കയാണ് നമുക്ക് ഇപ്പോൾ അച്ചാറിനായി ആവശ്യമായുള്ളത്. ചെയ്യുന്നത് ഇതിൻ്റെ തൊണ്ട് പൊളിക്കുക, അതിൻ്റെ അകത്തു നിന്നുള്ളത് ഇത് ക്ലീൻ ചെയ്ത് മാറ്റുക. കുരുവൊന്നും കളയണ്ട, കുരുവിനൊക്കെ നല്ല വിലയാണ്. ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ചെത്തുക, പുറംതോല് ചെത്തി മാറ്റണം. പുറന്തലിക്ക് ഒരു കയ്പുണ്ടല്ലേ? കയ്പുണ്ട്, അത് ചെത്തി മാറ്റണം. കുനുകുനയെന്നരിക്കണം അല്ലേ? ചെറുതായിട്ട് മാങ്ങ അച്ചാറിടത്തില്ലേ, അതേപോലെ തന്നെ ചെറുതായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാനായിട്ടല്ലേ? അത് തന്നെ. നമ്മൾ പക്ഷേ ഇത് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ പാതി കട്ടിയത്. വെയിലത്ത് വെച്ച് ഉണക്കണം, ഭയങ്കര ടേസ്റ്റ് അത്. മഴ ആയതുകൊണ്ടാണ് നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടല്ലേ? അതെ. സാധാരണയായിട്ട് ഇതിൻ്റെ തൊലി ആരും കളയാറില്ല, തൊലിയോടുകൂടിയാണ് എടുക്കാറുള്ളത്. പക്ഷേ നമ്മളിത് വെയിലത്തൊക്കെ വെച്ചാണ് എല്ലാവരും എടുക്കുന്നത്. നമ്മളിത് നോർമലായിട്ട് പെട്ടെന്നുള്ളതല്ലേ, അപ്പം ചെറിയൊരു കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളയുന്നത്. അടുത്തായി അച്ചാർ റെഡിയാക്കാനായി നമ്മൾ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. നല്ലെണ്ണയാണ് നമ്മളിതിനായി ഉപയോഗിക്കുന്നത്. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ നല്ലെണ്ണ വെച്ചിരിക്കുകയാണ്. നന്നായി ഒന്ന് തിളക്കട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ജാതിക്ക ഇടുകയാണ്. നന്നായി കഴുകി വാരിയെടുത്താണ്. കറയൊക്കെ ഒന്ന് പോയി ചെറുതായി മുരിച്ചെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജാതിക്ക നന്നായി മുരിഞ്ഞിട്ടുണ്ട്, നമ്മളിത് കോരുവാണ്. നമുക്ക് അച്ചാറിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത അച്ചാർ പൊടി, വറ്റൽമുളക്. നമ്മൾ അച്ചാറിന് ആവശ്യമായ കടുക് ഇടാൻ പോകണം. കടുക് ഒരു 1/4 സ്പൂൺ ഇടണം. അച്ചാറിന് ആവശ്യമായ കടുക് അല്ലേ? 1/4 സ്പൂൺ അല്ലേ? ഇത് കടുക് പൊട്ടി വരണം. കടുക് നന്നായി പൊട്ടട്ടെ. ടപ്പട്ടപ്പാ. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കൂട്ടെല്ലാം ചേർക്കുവാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നന്നായി മൂപ്പിക്കണം അല്ലേ? നല്ലപോലെ മൂപ്പിക്കണം. വറ്റൽമുളക് ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി സെറ്റായിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അതിൻ്റെ. നമ്മളിതിലേക്ക് ജാതിക്ക ഇടുവാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ മുരിച്ചെടുത്ത ജാതിക്കയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിരിക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചാണ്.
എല്ലാം നന്നായി യോജിപ്പിച്ച് കൊടുക്കുവാണ്. ആ എന്തൊരാ മണം, നല്ല മണം വരുന്നുണ്ട്, കണ്ടിട്ട് കഴിക്കാൻ തോന്നുക. നല്ല കളറായല്ലോ. നല്ല കളറുമായി നല്ല മണവും വരുന്നുണ്ട്. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുവാണ്, ആവശ്യത്തിന് ഉപ്പ്. വിനാഗർ ഒഴിക്കുവാണ് അതിലേക്ക്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കത്തില്ല, ചിലർക്ക് വെള്ളമാണ് ചേർക്കുന്നത്. കാരണം വിനാഗർ ചേർത്താലേ അതിൻ്റെ ഒരു നാച്ചുറലായ ഒരു പ്രത്യേകരമായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. വിനാഗർ ചേർത്തപ്പോൾ ആ സ്മെല്ലെല്ലാം മാറി പാക്കറ്റ് അച്ചാറിൻ്റെ ഒക്കെ പോലത്തെ മണമായി. എന്തോ നല്ല സോമ്പ്. രാജോട്ട് ആ ചട്ടുകം കാണിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, ചട്ടുകത്തിൻ്റെ സൈഡ് നോക്കി ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കി ആർക്കെ. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. കായപ്പൊടി കായപ്പൊടിയാണ് രാജുവേട്ടന്, പിന്നെ എല്ലാം അളവായതുകൊണ്ട് കറക്റ്റാ, ഒന്നും കൂടുകയും കുറയുകയും ചെയ്യത്തില്ല. അതിൻ്റെ അടപ്പ് തുറന്നു പോയില്ലെങ്കിൽ അടപ്പ് തുറന്ന് പോയില്ല, നമ്മൾ കറക്റ്റ് പരുവമാക്കാവുള്ളൂ. കായം കൂടിയാലും ടേസ്റ്റിന് വ്യത്യാസം. നല്ല മണം വരുന്നുണ്ട്, കായത്തിൻ്റെ മണം അല്ലേ. കുറച്ച് കഞ്ഞിക്കകത്തോട്ട് ഇട്ടുണ്ടെങ്കിൽ കാരണം ചോറുണ്ടാകാമോ ആലോചിക്കുന്നത്. കഞ്ഞിലൂടെ എന്നാ ടേസ്റ്റ് അറിയാത് മാത്രം മതി. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഹായ്, എന്താ കളർഫുള്ള്, നല്ല മണം. തീ ഓഫാക്കാൻ പോകും, ടേസ്റ്റ് നോക്കാം അല്ലേ ആട്ടെ. അതെ, തീ ഓഫായിരിക്കുകയാണ്. ചൂടൊന്നും ആറിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ണാക്ക് പൊള്ളിപ്പോവും. കണ്ടിട്ട് തിന്നാൻ തോന്നുക. ആർക്കെ ഇത് നമ്മൾ അച്ചാറും ടേസ്റ്റ് നോക്കി, ജാതിക അച്ചാർ ഒരു രക്ഷയില്ല, അടിപൊളിയെന്ന് പറഞ്ഞാൽ ഓ സൂപ്പർ. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാമോ? ഇത് 2 ദിവസം കഴിഞ്ഞാണ് ഇത് കഴിക്കേണ്ടത്. ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മളൊരു ഉണങ്ങി കുപ്പിക്കകത്ത് അതിട്ട് മാറ്റി വെക്കണം. 2 ദിവസം കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു രക്ഷയില്ല, നല്ലല്ലേ? ആ ചുവയെല്ലാം മാറി, മറ്റേ കടയുടെ ഇതൊന്നുമില്ല, ജാതിക്കച്ചാറാന്ന് തോന്നുന്നില്ല, വേറെ ടേസ്റ്റായി. അത് നമ്മുടെ തൊലിയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ അല്ലേ? സൂപ്പർ, ഓക്കെ.